ഇതിനു മുൻപത്തെ ശ്ലോകത്തിൽ ജ്ഞാനം, മോക്ഷം, ഭക്തി എന്നിവയെക്കുറിച്ച് ചോദിച്ച മുനികൾ അടുത്ത ശ്ലോകത്തിൽ ഈ പുരാണത്തിൻ്റെ മാഹാത്മ്യത്തെയും അത് കേൾക്കുന്നതിലൂടെ ലഭിക്കുന്ന പുണ്യത്തെയും കുറിച്ച് കൂടുതൽ വ്യക്തത തേടുന്നു. ഈ പുരാണത്തിൻ്റെ പവിത്രതയും അത് പാപനാശകമാണെന്നുള്ള വിശ്വാസത്തെയാണ് ഈ ശ്ലോകം അടിവരയിടുന്നത്. ശൗനകാദി മുനികളുടെ ചോദ്യം തുടരുന്നു. ശ്രുതേന യേന കേന സ്യാത് പുണ്യം വൈ പാപനാശനം തന്നോ വദ മഹാഭാഗ സർവശാസ്ത്രവിശാരദ. പദാനുപദ അർത്ഥം: ശ്രുതേന കേൾക്കുന്നത് കൊണ്ട്, ശ്രവണത്താൽ, യേന ഏത്, കാര്യം പുരാണം കൊണ്ടാണോ, കേന ഏതു പ്രകാരമാണോ, സ്യാത് ഉണ്ടാകുന്നത്, ഭവിക്കുന്നത്, പുണ്യം, വൈ നിശ്ചയമായും ഒരു അവ്യയമാണിത്, പാപനാശനം പാപങ്ങളെ നശിപ്പിക്കുന്നത്, തത് അത്, നഹ ഞങ്ങൾക്ക് ഞങ്ങളോട്, വദ പറയുക ഉപദേശിക്കുക, മഹാഭാഗ മഹാഭാഗ്യവാനായവനെ സൂതനെ അഭിസംബോധന ചെയ്യുന്നു. സർവശാസ്ത്ര വിശാരദ സകല ശാസ്ത്രങ്ങളിലും പാണ്ഡിത്യമുള്ളവനെ. സാരം: ഹേ മഹാഭാഗ്യവാനായവനെ, സകല ശാസ്ത്രങ്ങളിലും അഗാധ പാണ്ഡിത്യമുള്ളവനെ, ഏതു പുരാണം ശ്രവിക്കുന്നതിലൂടെയാണോ നിശ്ചയമായും പുണ്യമുണ്ടാകുന്നതും പാപങ്ങൾ നശിക്കുന്നതും ആ ജ്ഞാനം ഞങ്ങൾക്ക് ഉപദേശിച്ചു തന്നാലും. ഗഹനമായ വിശദീകരണവും തത്വചിന്തയും. ഈ ശ്ലോകം ഗുരുവുമായുള്ള സംവാദത്തിൻ്റെ മാതൃകയാണ്. ഗുരുവിൻ്റെ യോഗ്യത. മുനികൾ സൂതനെ മഹാഭാഗ എന്നും സർവശാസ്ത്ര വിശാരദ എന്നും വിളിക്കുന്നു. അറിവ് പകർന്നു തരുന്ന ആൾക്ക് ശാസ്ത്രങ്ങളിൽ അഗാധമായ ബോധവും അത് ജീവിതത്തിൽ പകർത്തുന്നതിലൂടെ ലഭിക്കുന്ന ഭാഗ്യവും ദൈവിക കൃപ ഉണ്ടായിരിക്കണം. പാപനാശനം. സനാതന ധർമ്മമനുസരിച്ച് അറിവില്ലായ്മയാണ് അവിദ്യ, എല്ലാ പാപങ്ങളുടെയും ഉറവിടം. ശരിയായ അറിവ്, ശ്രുതം ലഭിക്കുമ്പോൾ ആ ഇരുട്ട് നീങ്ങുന്നു. ഇരുട്ട് നീങ്ങുന്നതിനെയാണ് പാപനാശനം എന്നിവിടെ അർത്ഥമാക്കുന്നത്. പുണ്യലബ്ധി. പുണ്യം എന്നത് കേവലം സ്വർഗപ്രാപ്തിയല്ല, മറിച്ച് ചിത്തശുദ്ധിയാണ്. മനസ്സിലെ മാലിന്യങ്ങൾ മാറി നിർമ്മലമായ ഭക്തി ഉണ്ടാകുന്നതിനെയാണ് ഇവിടെ പുണ്യമെന്ന് വിശേഷിപ്പിക്കുന്നത്. ഗുരുനാഥൻ്റെ ഉപദേശം: വത്സ, അറിവ് നേടുക എന്നത് ഒരു തപസ്യയാണ്. ശ്രുതേന കേൾക്കുന്നതിലൂടെ എന്നിവിടെ പറയുമ്പോൾ അത് കേവലം കാതുകൊണ്ട് കേൾക്കലല്ല, മറിച്ച് ഹൃദയം കൊണ്ട് ഉൾക്കൊള്ളലാണ്. നല്ല കാര്യങ്ങൾ കേൾക്കാൻ നമ്മുടെ കാതുകളെ ശീലിപ്പിക്കുക എന്നതാണ് ആത്മീയതയുടെ ആദ്യ പടി. അടുത്ത ശ്ലോകത്തിൽ സൂത പൗരാണികൻ മുനികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ആരംഭിക്കുകയാണ്. പരമാത്മാവായ കൃഷ്ണൻ്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.